ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യപ്പേട്ടനാണെങ്കിൽ ഒരേ ബെഡായി പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ നോണ പറയുന്നുണ്ട്. ഡ്രൈവർക്കാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഡ്രൈവർ അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അപ്പം നമ്മുടെ ഭദ്രനും വിലാസിനി ഗീതുവിനെ തപ്പി ഇറങ്ങിന് അങ്ങനെ അവരകത്തേക്ക് എത്തുന്നുണ്ട്. പറയുന്നുണ്ട് ഗീതുവിനെ എന്തെങ്കിലും കിട്ടിയാൽ അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് വാങ്ങി പോകരുത്, എനിക്കും കൂടി തരണം, അങ്ങനെ സത്യം ചെയ്തൊക്കെ നിൽക്കായിരിക്കും. ആ സമയത്താണ് ഒരു അലർച്ച കേൾക്കുന്നത്. ഗീതു അവിടേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കാഞ്ചനയുടെ മുഖത്ത് ശക്തിയായിട്ട് ഈ രക്തചന്ദനത്തിൻ്റെ പൊടി നമ്മുടെ രാധികാമ്മത്ത് തേക്കിന് നീയും അനുഭവിക്കടി, സോറി മാമി മാറിപ്പോയതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാധികാമ്മരെ കാല് പിടിക്കുന്നുണ്ട് കാഞ്ചന. പക്ഷെ ഒരു രക്ഷയില്ല, കാഞ്ചനയുടെ മുഖത്ത് വാരി തേക്കി തന്നെയാണ് രാധികാമ്മ. ഗോവിന്ദനും രേഖയും എല്ലാവരും ഓടി വരുന്നുണ്ട്. നിങ്ങളിങ്ങനെ സംശയിച്ച് നിൽക്കാണ്ട് ആദ്യം തന്നെ പോയി മുഖം കഴുകുന്ന രാധികാമ്മനോട് നമ്മുടെ രേഖ പറയുന്നുണ്ട്. രേഖ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നീട് ഗീതുവിനോട് പറയുന്നുണ്ട് നമ്മുടെ ഗോവിന്ദൻ, ഗീതു നീ പോയി അമ്മനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ ശരിയെന്ന് പറയുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും മത്സരിച്ച് മുഖം കഴുകായിരിക്കുള്ളൂ. ആ സമയത്ത് രാധികാമനെ പരിഹസിക്കുന്നുണ്ട് നമ്മുടെ ഗീതു. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഒടുവിൽ പണി നിങ്ങൾക്ക് തന്നെയുള്ള തിരിച്ചു കിട്ടുന്നത്. ഞാൻ എന്തായാലും നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു പണിയും ചെയ്യാറില്ല, പക്ഷേ നിങ്ങൾ എനിക്ക് ചെയ്യുന്ന എല്ലാ പണികളും നിങ്ങൾക്ക് ഇങ്ങനെ ദൈവം തിരിച്ചു തരുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ രാധികാമനെ ഗീതു കളിയാക്കുന്നുണ്ട്. നിർത്തടി, നീ എന്നെ ഉപദേശിക്കാൻ, നീ എന്നെ പരിഹസിക്കാൻ നിൽക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ മുകളിലെത്ത് ചുവന്ന് തൊടുത്ത് തക്കാളിനെ പോലെ ആവുന്നത്. ഞാനാണെങ്കിൽ നാളത്തെ ഫംഗ്ഷനൊക്കെ പോവും. എനിക്കത് ആലോചിക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ നീ എന്ത് പറഞ്ഞടി, നീ ഫംഗ്ഷന് പോകുന്നോ? നീ ഒരു ഫംഗ്ഷനും പോകില്ല, നീ ഇവിടുന്ന് ഒരു ഫംഗ്ഷന് പോകില്ല, ഉറപ്പാണോ? ആ ഉറപ്പ്, കാണാം. ഞാൻ ഫംഗ്ഷൻ സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾ സ്കിൻ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഗീതു പരിഹസിക്കാനായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഗീതു കണ്ണാടി ചെന്ന് കഴിഞ്ഞിട്ട് സ്വയം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നന്നായി രാധിക, അപ്പം ഞാൻ എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ മേലെ കുതിര കയറും, ഞാൻ രാധികാമനെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞിട്ട് കണ്ണേട്ടൻ്റെ ഒരു വഴക്കുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ഓടി വന്നിട്ട് ഗീതു എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ കണ്ണേട്ടൻ. നീ അമ്മയ്ക്ക് മുഖം രക്തചന്ദനത്തിൻ്റെ പൊടിയിൽ നീ എന്തിട്ടുണ്ട് ഈ അമ്മയ്ക്ക് കലക്കി കൊടുത്തിട്ടുള്ളത്? നീ എന്തോ ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഇങ്ങനെ അമ്മയ്ക്ക് നീറില്ല. ആ പൊടി എന്നല്ലേടി നിനക്കും പുരട്ടിയത്, അണ്ട് നിനക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയപ്പോൾ ഇനി ഞാനൊരു ഊഹം പറയാം. എന്തായാലും രാധികാമ്മ തേക്കുന്ന രക്തചന്ദനത്തിൻ്റെ പൊടി ഞാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു കാഞ്ചനോട്. അപ്പോൾ എന്തായാലും കാഞ്ചന അത് എനിക്ക് മിക്സ് ചെയ്ത് എന്തോ മുഖം, ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ മുഖം നീർന്നൊരു പൊടി താഴത്ത് കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കാഞ്ചനയുടെ മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് തരേണ്ട പൊടി അമ്മയ്ക്കും കൊടുത്ത്, അമ്മയ്ക്ക് തരേണ്ട പൊടി അമ്മയ്ക്ക് കൊടുക്കേണ്ട പൊടി എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അമ്മ ഇതിൻ്റെ പിന്നിൽ ഒരു ഭാഗം തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഗോവിന്ദൻ കാഞ്ചനയുടെ അടുത്തേക്ക് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ കാഞ്ചനോട് പോയി ചോദിക്കാൻ പറയുന്നുണ്ട്. പിന്നീട് ഗോവിന്ദൻ കാഞ്ചനെ പിടികൂടുന്നുണ്ട്. കാഞ്ചനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നുണ്ട്. പക്ഷേ രാധികമ്മ ചെയ്തതെന്ന് മാത്രം കാഞ്ചന പറയില്ല. ഞാൻ ഗീതുപ്പാപ്പൻ്റെ മുഖത്ത് കലക്കാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷേ സോറി മാമ, അറിയാണ്ട് രാധികാമ്മയ്ക്ക് ആയിപ്പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആര് പറഞ്ഞിട്ടാണ് എന്താണെന്നൊന്നും ഗോവിന്ദൻ ചോദിക്കില്ല, കാഞ്ചന പറയില്ല. കാരണം ഗോവിന്ദന് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഗീതൊന്നെങ്കിൽ ഇതൊക്കെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ഗീതവും അമ്മയും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും, അതൊന്നും നീ അതിലിടപെടണ്ട. ഇനി അങ്ങനെ നീ ഇടപെട്ട് നീ എന്തെങ്കിലും കുനിഷ്ടബുദ്ധി കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ല അമ്മനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇനി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കാഞ്ചനാകുമെന്ന് പേടിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഗീതു മുറിയിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ഭാഗ്യം കണ്ണേട്ടൻ എന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേശ്ശെ കഴിഞ്ഞു പോയി ഓരോ നടക്കുന്ന സംഭവങ്ങളും സത്യാവസ്ഥ കണ്ണേട്ടൻ അന്വേഷിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ ഇവിടെ തീരും എന്നൊക്കെ നമ്മുടെ ഗീതു മനസ്സിലാലോചിക്കുന്നുണ്ട്. രാധികാമ്മയുടെ കള്ളത്തരവും കണ്ണേട്ടൻ മനസ്സിലാക്കുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അയ്യപ്പേട്ടനാണ്. അയ്യപ്പേട്ടനും രേഖയും വരുമ്പോൾ നമ്മുടെ ഭദ്രൻ വാതുക്കയിൽ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഭദ്രേട്ടനെ വിളിക്കുമ്പോൾ അയ്യോ രാധികാമ്മ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി 3 കാന്താരകൾ എന്നെ പുറത്തിറക്കിയിട്ടുണ്ട്, ഒന്നല്ല 3 കാന്താരകൾ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ബോധം പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിലാസിനെ നിർബന്ധിച്ച് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ രേഖ പറയുന്നുണ്ട്, ഒരു വെടിക്ക് 4 പക്ഷിയായല്ലോ എന്നൊക്കെ പറഞ്ഞ് 2 പേരും കൂടെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണും രാധികാമ്മയും അതുപോലെ തന്നെ സുവർണയും വന്ന് നിൽക്കുന്നുണ്ട്. സുവർണേണി ചേതൻ ഗ്രൂപ്പിൻ്റെ ചാരനാണ് നമ്മുടെ
അജാസ് പറയുന്ന പറഞ്ഞപ്പോൾ ഞാനല്ല അജാസാണ്. അങ്ങനെ നോക്കിയോ രാധികാമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. രാധികാമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്, ഗോവിന്ദൻ അല്ലെങ്കിൽ ഇത് ഒക്കെ രക്ഷപ്പെടുന്നത് അജാസിൻ്റെ ബുദ്ധി കൊണ്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കും തോന്നി ഇനി അവനങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഇനി 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 ഒരു 6 മാസത്തിനുള്ളിൽ ഗീതുവിൻ്റെ ഫോട്ടോ മാധവൻ നായരുടെ ഫോട്ടോത്തിൻ്റെ അടുത്ത് തൂങ്ങി കിടക്കണം മാലിട്ടത്. അതെനിക്ക് നിർബന്ധമാണ്. അതിലിനി നമ്മുടെ അജാസ് ഇടപെടേണ്ട, അജാസ് ഇല്ലാണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം രാധികാമ്മ പോകുമ്പോൾ നമ്മുടെ വരുൺ പറയുന്നുണ്ട്, സുവർണനോട് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് മാത്രമല്ല അവിടെ വേറൊരാളുടെ ഫോട്ടോ കൂടെ തൂങ്ങിയാടണം, ഗോവിന്ദ് മാധവൻ്റെ. അതിൽ 3 പേരുടെ 2 പേരുടെ ഫോട്ടോ കൂടി അവിടെ ഉണ്ടായാലോ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതേ കൊലപാതക ശ്രമം നമുക്ക് അജാസിൻ്റെ തലയിലും കെട്ടിവെക്കാം എല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരും കൂടെ പരസ്പരം ക്രൂരമായി ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.